ഹലോ യൂട്യൂബ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അധികം കാര്യമായിട്ടുള്ള ടോപ്പിക്കൊന്നുമല്ല, ജസ്റ്റ് ഒരു ക്ലീനിങ് ടിപ്പാണെന്ന് പറയാൻ പോകുന്നത്. നമ്മളെല്ലാം വണ്ടി സ്വന്തമായിട്ട് കഴുകാൻ മടിക്കുന്ന മെയിൻ കാരണങ്ങളൊന്നാണ് സമയം. അതെ, ഏത് വണ്ടി ആവട്ടെ, ക്ലീനിങ് നല്ല ടൈം എടുക്കുന്നൊരു പണി തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്തുള്ള ഈ ചളിയും ഓയിലിൻ്റെയും ഗ്രീസിൻ്റെയും ഒക്കെ ഡേർട്ട് കളഞ്ഞു വരുമ്പോൾ തന്നെ ആകെ വയ്യാതാവും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും സർവീസ് സ്റ്റേഷനിൽ കൊടുക്കാനാണ് താല്പര്യം ഉണ്ടാവുക. ഞാനാണെങ്കിലും ടൈമില്ലെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ തന്നെയാണ് കൊടുക്കാറ്. എന്നാൽ അത്യാവശ്യം സമയമുള്ളപ്പോൾ വീട്ടിൽ നിന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഡീപ്പായിട്ട് വണ്ടി ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിന് ആകെ ഈ 4 ഐറ്റംസ് മതി. 2 ബോട്ടിൽ ക്യാപ്പ് മാറ്റിയിട്ട് ഇങ്ങനത്തെ സ്പ്രേ ക്യാപ്പ് വാങ്ങിയിടുക. എന്നിട്ട് ഒന്നിൽ കുറച്ച് ഡീസലും മറ്റേ ബോട്ടിൽ കാർ വാഷിൻ്റെ ഷാമ്പൂ വളരെ കുറച്ച് വെള്ളം കൂട്ടി മിക്സ് ചെയ്തതും വെക്കുക. ഷാമ്പൂവിൽ വെള്ളം കുറയ്ക്കാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കും. അതുകൊണ്ട് ഇനി വേണ്ടത് ഇതുപോലത്തെ ബ്രഷുകളാണ്. ശരിക്കും ഇവരാണ് നമ്മുടെ ഹീറോ. നീണ്ട ബ്രിസിൽസ് ഉള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് തന്നെ വാങ്ങണം. ഇതെല്ലാം ഹാർഡ്വെയർ ഷോപ്പിലും കിട്ടുന്നതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, വണ്ടിയുടെ പെയിന്റ് ഉള്ള ഭാഗത്ത് ഒരിക്കലും ഈ ബ്രഷ് ഉപയോഗിക്കരുത്. ഇത് വണ്ടിയുടെ റിമ്മ്, സ്പോക്ക്, അതുപോലെ എഞ്ചിനിലെ പാർട്സ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാൻ മാത്രമാണ് ഇത് ഉപയോഗിക്കാവൂ. പെയിന്റുള്ള ഭാഗങ്ങൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തിലോ അല്ലെങ്കിൽ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് മാത്രം തുടച്ച് വൃത്തിയാക്കി എടുക്കുക. ഓയിലി അല്ലെങ്കിൽ ഗ്രീസി അല്ലാത്ത ഡർട്ടുള്ള സ്ഥലത്ത് ഇതുപോലെ കാർ വാഷ് ഷാമ്പൂ ബ്രഷിൽ സ്പ്രേ ചെയ്ത് ബ്രഷ് കൊണ്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. സാധാരണ തുണി കൊണ്ടോ ടൂത്ത് ബ്രഷ് കൊണ്ടൊക്കെ ചെയ്തിട്ട് എത്താത്ത പല സ്ഥലങ്ങളിലും ഈ ബ്രഷിന്റെ ബ്രിസിൽസ് എത്തിയിട്ട് നല്ലവണ്ണം ക്ലീൻ ആക്കി തരും. സ്പോക്ക് വീൽ ഉപയോഗിക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാവും അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന്. ഈ വീഡിയോ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ വണ്ടിയുടെ എഞ്ചിൻ്റെ പാർട്സും ഇതുപോലെ ഷാമ്പു സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ നീണ്ട ബ്രിസിൽസ് ഉള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് പോലും എത്താത്ത സ്ഥലങ്ങൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുന്നതിന് മുന്നേ വണ്ടിയുടെ പാർട്സ് മൊത്തത്തിലൊന്ന് പ്രീ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ലൂസ് കോൺടാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സോ മിസ്പ്ലേസ്ഡ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യാം. ഗ്രീസി അല്ലെങ്കിൽ ഓയിലി ആയിട്ട് നിൽക്കുന്ന എസ്പെഷ്യലി ചെയിനിൻ്റെ പോർഷൻസ്, അതേപോലെ ബാക്ക് റിം, അങ്ങനത്തൊക്കെ ഫസ്റ്റ് ഡീസൽ സ്പ്രേ ചെയ്ത് തുടച്ചതിന് ശേഷം ഷാമ്പു സ്പ്രേ ചെയ്ത് തുടയ്ക്കാം. അങ്ങനെ എല്ലാ പാർട്സും നന്നായിട്ട് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് കഴുകി അതോടൊപ്പം തന്നെ നല്ല തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യാം. വെള്ളം ഒഴിക്കുന്നതോടൊപ്പം തന്നെ നന്നായിട്ട് എല്ലാ പാർട്സും തുണി ഒഴിച്ചിട്ട് തന്നെ തുടച്ചെടുക്കുക. സോ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ചെറിയൊരു ടിപ്പാണ്, അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാലും ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ എവരിവൺ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.